ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനിയെ കൊണ്ട് എങ്ങനെയും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിക്കുമെന്ന് പറഞ്ഞിറങ്ങിയതായിരുന്നു സത്യഭാമ. വളരെ ടെൻഷനോടെ തന്നെ ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നു. ഒരു വിധത്തിൽ ശാലിനിയെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കുകയാണ് ഭാമ. നിവർത്തിയില്ലാതെ ശാലിനി ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. ഇതിനുവേണ്ടി വലിയൊരു തുക തന്നെയാണ് ശാലിനിക്ക് ഓഫർ ചെയ്തിരുന്നത്. എന്നാൽ ശാലിനി അതൊന്നും വാങ്ങിക്കുന്നില്ല. എല്ലാവരും ഭാമയെ കാത്തിരിക്കുകയാണ്. ഭാമ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. ഭാമ മടങ്ങിയെത്തിയിരിക്കുന്നു. ഉടൻ തന്നെ കാർത്തിക വിഷ്ണുവിന് അരികിലേക്ക് പോയിട്ട് സത്യാമ്മ വന്ന കാര്യം പറയുന്നു. ആകാംക്ഷയോടെ തന്നെ വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നു. ഭാമ തിരികെ വരുമ്പോൾ ഭാമയുടെ കയ്യിൽ ആ സൂട്ട് കേസുമുണ്ട്. എല്ലാവരും ഇപ്പോൾ ഹോളിലേക്ക് പോയിരിക്കുന്നു. വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭാമ വന്നിരിക്കുന്നത്. ഒരു സന്തോഷത്തിന്റെ ചിരി രാഘവന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ജയിച്ച മട്ടിൽ അവിടെ ഇരിക്കുകയാണ് ഭാമ. വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നു. വിഷ്ണു, അവളിവിടെ കാർത്തിക എന്ന് ഭാമ ചോദിക്കുന്നു. കാർത്തികയും വിഷ്ണുവും അവിടേക്ക് വന്നു. രണ്ടുപേരോടും വരാൻ പറയുകയാണ് ഭാമ. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പൊന്നിയും പിള്ളച്ചേട്ടനും ഉൾപ്പെടെ എല്ലാവരും ഹോളിലേക്ക് വന്നിരിക്കുന്നു. സത്യഭാമ പിള്ളയോട് പറയുന്നു, പിള്ളയെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു റിസപ്ഷൻ നടത്തണം, എത്രയും പെട്ടെന്ന്. ഏതെങ്കിലും ഹോട്ടൽ തിരഞ്ഞെടുത്താൽ മതി. നമ്മുടെ പരിചയത്തിലും ബന്ധത്തിലുമുള്ള മുഴുവൻ ആൾക്കാരെയും തിരഞ്ഞെടുക്കണം, വിളിക്കണം. പാട്ട്, ഡാൻസ്, കലാപരിപാടികൾ എല്ലാം വേണം. ഭക്ഷണം ഒട്ടും കുറയ്ക്കണ്ട. പിന്നെ കുടിക്കാൻ അതൊക്കെ നിങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്താൽ മതി. ഇത് കേട്ട് രാഘവൻ പറയുന്നുണ്ട്, 1-2 ഐറ്റം ക്ലാസ്സും കൂടി വെക്കാൻ പറഞ്ഞേര്. രാഘവേട്ടന് താല്പര്യമാണെങ്കിൽ അതും കൂടി വെച്ച് കൊടുത്തേക്കെന്ന് ഭാമ പറയുന്നു. ഷേ എന്ന് പറഞ്ഞ് രാഘവൻ ഇരിക്കുന്നു. പണച്ചിലൊന്നും നോക്കണ്ട എന്നും ഭാമ പറയുന്നുണ്ട്. പിന്നെ രാഘവേട്ട, ഇന്നത്തെ ദിവസം നിങ്ങൾ ഇനി എന്തൊക്കെ എന്നെ പറഞ്ഞാലും അതെന്നെ സ്പർശിക്കത്ത് പോലുമില്ല. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണെന്ന് കേട്ടോ എന്നൊക്കെ ഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നുണ്ട്, എന്താ നിനക്ക് തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ? ഭാമ പറയുന്നു, തലയ്ക്ക് അടി കിട്ടും, പക്ഷേ അതെനിക്കല്ല, പലരുടെയും തലയ്ക്ക് ഒരുമിച്ച് തന്നെ. റിസപ്ഷനിൽ വെച്ച് ഞാൻ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെ വിവാഹം അനൗൺസ് ചെയ്യും. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. ഈശ്വര, ഇത്രയും പേരെ വിളിച്ചു വരുത്തുന്ന റിസപ്ഷനാണ്. ആരെങ്കിലും എന്നെ തിരിച്ചറിയോ എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നു. പിള്ളേന്റെ സത്യഭാമയുടെ തലേന്ന് ഒന്നിച്ച് കുറെ കിളി പറന്നുപോയെന്നാ തോന്നുന്നത്. ഭാമെ, ഡിവോഴ്സ് കിട്ടാതെ കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് വക്കീല് പറഞ്ഞത് നിന്റെ തലയിൽ കയറിയില്ലേ? കളിച്ച കളിയൊന്നും അല്ലേ? ജില്ലാ കളക്ടറാണ് മറുവശത്ത്. അത് നീ താങ്ങൂ എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ പുച്ഛത്തോടെ ഇരിക്കുകയാണ് ഭാമ. രാഘവേട്ടാ, എന്റെ രാഘവേട്ടാ എന്ന് പറഞ്ഞ സൂട്ട് കേസ് തുറക്കുകയാണ് ഭാമ. എന്നിട്ട് അതിൽ നിന്നും ഡിവോഴ്സ് പേപ്പർ എടുത്തു. മറുപക്ഷത്ത് കളക്ടറാകാം, കമ്മീഷണറാകാം, പക്ഷേ ഇവിടെ സത്യഭാമയാണ്. ആ ഉറപ്പ് എന്തായാലും എനിക്കുണ്ട്. ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്താനുള്ള ശേഷി. രാഘവേട്ട തുനിഞ്ഞിറങ്ങിയാൽ അത് ജയിക്കാൻ വേണ്ടി സത്യമ്മ ഏത് അറ്റം വരെയും പോകുമെന്ന് രാഘവേട്ടന് അറിയില്ലേ? അതേ നിശ്ചയത്തോടെ തന്നെയാണ് ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടിപ്പിക്കാൻ ഞാൻ ശാലിനിയെ കാണാൻ പോയത്. ഫലത്തിൽ വ്യത്യാസം ഒന്നും ഉണ്ടായില്ല. പതിവ് പോലെ ഈ സത്യഭാമ തന്നെ ജയിച്ചു എന്ന് ഭാമ പറയുമ്പോൾ ഒന്നും വിശ്വസിക്കാനാകാതെ എല്ലാവരും പരസ്പരം നോക്കുന്നു. മനസ്സിലായില്ലേ? വിഷ്ണുവുമായിട്ടുള്ള ഡിവോഴ്സിന് സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ട് ശാലിനി ഇതിൽ ഒപ്പിട്ട് തന്നിരിക്കുന്നു. ഇത് കേട്ട് ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആകെ ഷോക്കായതുപോലെ നിൽക്കുകയാണ് വിഷ്ണു. ശാലിനി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുമെന്ന് പേടിയുണ്ടോ എന്ന് കാർത്തിക വിഷ്ണുവിനോട് ചോദിച്ചതായിരുന്നു. അപ്പോൾ വിഷ്ണു കാർത്തികയ്ക്ക് മറുപടി കൊടുത്തത് ഒരിക്കലും അത് ചെയ്യില്ല എന്നായിരുന്നു. ഈ സമയം വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ പറ്റിയുള്ള നിമിഷങ്ങൾ ഓർത്ത് വല്ലാണ്ട് സങ്കടത്തോടെ ഇരിക്കുന്നു. കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനുമായി പിരിയാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തെന്നോ? അതെങ്ങനെയെന്ന് ശ്യാമ മനസ്സിൽ ഓർക്കുന്നു. എന്റെ ഭർത്താവിന് ഇപ്പോഴെങ്കിലും നേരം വെളുത്തോ ആവോ എന്ന് ഭാമ വീണ്ടും പരിഹാസത്തോടെ രാഘവനോട് ചോദിക്കുന്നു. സീതയും സാവിത്രിയുമായി മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന മരുമകളല്ലേ അവള് ശാലിനി. അവൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ അച്ഛൻ. കണ്ണ് തുറന്ന് ഒന്ന് കാണണം. ദേ ഈ ഡിവോഴ്സ് പേപ്പറിൽ അവൾ ഇട്ടിരിക്കുന്ന ഒപ്പ്. അന്ന് നിങ്ങളുടെ ജീവൻ പോയിരുന്നെങ്കിൽ ആർക്കായിരുന്നു നഷ്ടം? ഈ എനിക്ക്. വിഷ്ണു ആണെങ്കിൽ കണ്ണ് തുടയ്ക്കുന്നു. വളരെ സങ്കടത്തോടെ കാർത്തിക വിഷ്ണുവിനെ നോക്കുന്നു. പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ വീട്ടിലെ മറ്റുള്ളവർക്ക്, മറുനാട്ടിൽ മതിച്ചു നടക്കുന്ന വേറുള്ളവർക്ക് എന്ത് നഷ്ടമുണ്ടാകാനാ എന്നൊക്കെ ഭാമ പറയുമ്പോൾ വീണ്ടും ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇരിക്കുന്നത് രാഘവൻ. അവൾ അന്ന് ഇവിടെ വന്ന് ഒഴുക്കിയ ആ മുതല കണ്ണീരിന് കണക്കില്ല. ഒടുവിൽ കണ്ണീർ നായികയായി ഒരു ഇറങ്ങിപ്പോക്കും സത്യഭാമ മടക്കി വിളിച്ചില്ല പോലും. ഈ കാലയളവിലും ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച കാര്യം അവൾ ഇപ്പോഴും മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളത്തരത്തിന്റെ കൂടാരം കളക്ടറാണ് പോലും, കളക്ടർ എന്നൊക്കെ ഭാമ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്യാമ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. വീണ്ടും ഭാമ പറയുന്നു, പിന്നെ എന്തെല്ലാം നാടകങ്ങളാ? വിഷ്ണുവിനെയും അവളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്തത് ഞാനാണെന്ന്.
അപ്പോൾ അവളുടെ വീട്ടിലിരിക്കുന്ന കുട്ടിയോ? എത്ര ചോദിച്ചിട്ടും അവന് ഒരു മറുപടി അവൾ തന്നോ? ഇല്ല. അവൾക്ക് ഇഷ്ടമുള്ളതേ പറയൂ. അവളുടെ തോന്നിവാസം നടക്കണമെന്ന് പറഞ്ഞാൽ അതിവിടെ പറ്റില്ല ഈ സത്യഭാമയുടെ അടുത്ത്. വിഷ്ണു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷവും അവസാനിച്ചോ അവളുടെ ശല്യം? ഒടുവിൽ ഞാൻ അവളെ അങ്ങ് മുട്ടു കുത്തിച്ചു. സർവ്വ ആയുധങ്ങളും താഴെ വെച്ച് അവളുടെ സമസ്താപരാധം ഏറ്റുപറഞ്ഞ്. രാഘവേട്ടന് വിഷമം ആവുമെന്നറിയാം, പക്ഷേ അതാണ് സത്യം. അവളുടെ തോന്നിവാസം ഞാൻ സമ്മതിച്ച് കൊടുക്കാത്തതുകൊണ്ട് അവൾ ഈ നാട് വിട്ടുപോയി. അതിനുശേഷം 6 വർഷം കടന്നുപോയി. മനുഷ്യ സ്ത്രീയല്ലേ, പലതും കണ്ട് മനസ്സ് ഭ്രമിച്ചു പോയിട്ടുണ്ടാകും. അതിനിടയിൽ ആരിലോ അവൾക്കൊരു കുഞ്ഞുണ്ടായി. പേറ്റ് പിഴച്ച് പിന്നെ എങ്ങനെയോ ഇവിടെ വന്നപ്പോഴാണ് വീണ്ടും അവളുടെ തലയ്ക്ക് ബോധോദയം ഉണ്ടായത്. വിഷ്ണു ഇവിടെ കാത്തിരിക്കുകയാണെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ, സ്വന്തം മനസ്സാക്ഷിക്ക് മുന്നിൽ ന്യായീകരിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു അവൾ. അല്ലെങ്കിൽ 5-6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വീട്ടിൽ ഒളിപ്പിച്ചിരുത്തിക്കൊണ്ട് വീണ്ടും ഇവിടെ അവകാശം ചോദിച്ചു വരാനുള്ള ഒരു ചങ്കുറപ്പ് അവൾക്കുണ്ടാകുമോ? പക്ഷേ ഇന്ന് അവളുടെ പ്രതിരോധങ്ങളെല്ലാം തകർന്നു വീണു. ചെയ്തതിനെല്ലാം മാപ്പ് പറഞ്ഞുകൊണ്ട് അവൾ ഇതിൽ ഒപ്പിട്ടു. അവളെ നിറഞ്ഞു നോക്കിയതാ. കിട്ടിയാൽ അവൾക്ക് കഴിക്കോ അതും സത്യഭാമയുടെ മകനെ? ഞാനിതൊന്നും വിശ്വസിക്കില്ല ഭാമയെന്ന് രാഘവനാകെ തകർന്നു പോയിരിക്കുന്നു. രാഘവേട്ടാ, എവിടെ പോനോ? ഇരുന്ന് വാങ്ങിച്ച് നോക്ക്. ദേ അവൾ ഇട്ടിരിക്കുന്ന ഈ ഒപ്പ് നോക്ക് രാഘവേട്ടാ എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്. ഒന്ന് നോക്ക് രാഘവേട്ട എന്ന് പറഞ്ഞ് രാഘവന്റെ മടിയിൽ ഇട്ട് കൊടുക്കുകയാണ് ഭാമ. അദ്ദേഹം അത് എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. വളരെ വിഷമത്തോടെ തന്നെയാണ് അദ്ദേഹം അത് നോക്കുന്നത്. എന്നാൽ അത് കണ്ടതിന് ശേഷം രാഘവൻ പൊട്ടിച്ചിരിക്കുന്നു. ഇതെന്താ രാഘവേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന ഭാവത്തിൽ സത്യഭാമ രാഘവനെ നോക്കുന്നു. എന്താ രാഘവേട്ട ഒരു ഒപ്പ് കണ്ടിട്ട് ഇത്രമേൽ ചിരിക്കാൻ എന്നൊക്കെ ഭാമ. ഇതാണോ ഭാമ ഒപ്പ് എന്ന് രാഘവൻ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ദാ നോക്കടാ, ഒപ്പ് നോക്കടാ എന്നൊക്കെ രാഘവൻ വിഷ്ണുവിനോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ വിഷ്ണുവും അത് നോക്കുന്നു. വിഷ്ണു പേപ്പർ പരിശോധിക്കുന്നുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് എല്ലാവർക്കും സന്തോഷമാകുന്നത്, സമാധാനമാകുന്നത്. എന്താടാ എന്ന് രാഘവൻ ചോദിക്കുന്നു. പിള്ളെ, ആ പേപ്പറിങ് വാങ്ങിച്ചേ എന്ന് ഭാമ പിള്ളയോട് പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് പിള്ളയും ചിരിക്കുന്നു. ഡോ, ആ ഒപ്പിൽ എന്താ ഇത്ര ചിരിക്കാനുള്ളത് എന്ന് ഭാമ പറയുമ്പോൾ പിള്ള പറയുന്നു, ഇത് ഒപ്പല്ല സത്യാമ്മേ, ശാലിനി കുഞ്ഞ് ഇതിൽ എഴുതിയിരിക്കുകയാണ്. അത് ഞാൻ വായിക്കണോ? വായിക്കുകയെന്ന് ഭാമ. പിള്ള ഇത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇതേ സമയം ശാലിനി ആ പേപ്പറിൽ ഒപ്പിട്ട കാര്യം സത്യഭാമ ആലോചിക്കുന്നു. സത്യാമ്മേ, കലർപ്പില്ലാത്തതാണ് എനിക്ക് വിഷ്ണുവേട്ടനോടുള്ള പ്രണയം. ആ പ്രാണനെ, എൻ്റെ സ്വർഗത്തെ ഈരേഴ് 14 ലോകം പകരമായി നൽകിയാലും ഞാൻ വിട്ടുതരില്ല എന്നൊക്കെയായിരുന്നു ശാലിനി അതിൽ എഴുതിയിരുന്നത്. എല്ലാം കേട്ട ശേഷം ഭാമ പറയുന്നു, ചതിച്ചു അല്ലേ? ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞിട്ടവള് എന്ന് പറഞ്ഞ് കലി അടക്കാനാകാതെ നിൽക്കുകയാണ് ഭാമ. അമ്മ എന്ത് പറഞ്ഞിട്ടാ ശാലിനി ഇതിൽ ഒപ്പിടിക്കാൻ നോക്കിയത് എന്ന് വിഷ്ണു അമ്മയോട് തന്നെ തിരിച്ചു ചോദിച്ചിരിക്കുന്നു. ആ കാര്യം സത്യഭാമ പറയുന്നു. അവൾ അതാണോ ഉദ്ദേശിച്ചത്? അബദ്ധം പറ്റിയത് എനിക്കാണ് എന്നൊക്കെ ഭാമ ഓർക്കുന്നു. എന്ത് പറ്റിയമ്മേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് ഭാമയും. പിള്ളെ, റിസപ്ഷൻ ഏത് ഹോട്ടലിലാണ് ബുക്ക് ചെയ്യുന്നത് എന്ന് രാഘവൻ പിള്ളയോട് ചോദിക്കുന്നുണ്ട്. വീണ്ടും രാഘവൻ തിരിച്ച് സത്യഭാമയെ പരിഹസിക്കുന്നു. ഇങ്ങ് താടോ എന്ന് പറഞ്ഞ് പിള്ളയുടെ കയ്യിലിരുന്ന ആ ഡിവോഴ്സ് പേപ്പർ ഭാമ വാങ്ങിച്ചിട്ട് മുറിയിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എറിഞ്ഞിട്ടാണ് പോകുന്നത്. കഷ്ടം തന്നെയെന്ന് രാഘവൻ. അയ്യോ സത്യാമ്മേ, ആ ഡിവോഴ്സ് പെറ്റീഷൻ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. വിഷ്ണു കുഞ്ഞിനെ ഒരിക്കലും പിരിയില്ല എന്നാണ് ശാലിനി കുഞ്ഞ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്. ഇരിക്കട്ട് വീണ്ടും ദേഷ്യത്തോടെ തന്നെ ഭാമ നിൽക്കുന്നു. എല്ലാവരും അടക്കിച്ചിരിക്കുന്നു. അത് കൊണ്ടുപോയി കോടതി കൊടുത്താൽ കേസ് വേറെയാകുമെന്ന് പിള്ളച്ചേട്ടൻ പറയുമ്പോൾ ഭാമ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഡിവോഴ്സ് പേപ്പർ വലിച്ചു കീറി എറിയുന്നു. ഒരു ശാലിനി കുഞ്ഞ് എന്ന് പറഞ്ഞ് അത്രയും ചെയ്ത് ഭാമ അകത്തേക്ക് പോയി. ഇത്രയൊക്കെ കഴിഞ്ഞെങ്കിലും രാഘവൻ ദേഷ്യത്തോടെ തന്നെ വിഷ്ണുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. നോക്കടാ ശാലിനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് നോക്ക്. പക്ഷെ നീയോ എന്ന് രാഘവൻ പറയുമ്പോൾ അച്ഛാ അത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുകയായിരുന്നു വിഷ്ണുവേട്ടാ എന്ന് കാർത്തിക് ഒന്ന് വിളിച്ചു. എന്നിട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് മുഖം. അങ്ങോട്ട് കാണിക്കല്ലേ, പറയരുത് എന്നൊക്കെ. അതുകൊണ്ട് വിഷ്ണു ഒന്നും പറയാതെ തന്നെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ദേഷ്യത്തോടെ കാർത്തികയെ നോക്കുകയാണ് രാഘവൻ. മുറിയിലേക്ക് പോയതിനു ശേഷം വിഷ്ണു വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നു. കാർത്തികയും ആ ഭാഗത്തേക്ക് വന്ന് വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു പുഞ്ചിരിയോടെ വിഷ്ണുവിനെ നോക്കുകയാണ് കാർത്തിക പോയ സമയത്ത് വിഷ്ണു ശാലിനി എഴുതി വെച്ച ആ കാര്യം ഓർക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.